വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പയും ബീഫും കൂടെ കുഴച്ചത് തയ്യാറാക്കിയാലോ? പെട്ടെന്ന് തന്നെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. അതുപോലെ ഒരു 4 കാന്താരി മുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് മുളക് വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇതെല്ലാം നല്ലതുപോലെ ചതച്ചെടുക്കാം. അതുപോലെ ഒരു വലിയ സവോള എടുത്തത് അരിഞ്ഞു വെക്കാം. ഇനി വലിയൊരു തക്കാളിയാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് തന്നെ അതിന്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചതച്ചൊക്കെ എടുത്തിട്ട് വെക്കാം. നമുക്കിത് ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സവോളയും ഇഞ്ചിയും ഉള്ളിയും തക്കാളിയും ഒക്കെ ബീഫിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഒരു വലിയ ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 4-5 പ്രാവശ്യം നമുക്കൊന്ന് പ്രഷർ കുക്കർ വിസിൽ വരുത്താം. ഇനി ഇപ്പോൾ നമുക്ക് ബീഫിലേക്ക് വേണ്ട കപ്പ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ 1/2 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. 1/2 കിലോ ബീഫിന് 1/2 കിലോ കപ്പ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ബീഫ് ഇവിടെ നല്ലതുപോലെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. കപ്പയും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പ എല്ലാം വെള്ളത്തിൽ നിന്ന് ഊറ്റി വെള്ളമില്ലാതെ ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ബീഫിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ബീഫ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇത് പറയാനായിട്ട് വിട്ടുപോയതാണ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ ബീഫും കപ്പയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ ഗ്രേവിയും ബീഫും കപ്പയൊക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് വറ്റി വരണം. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ഈ സമയത്ത് നമ്മൾ ഇതിൽ ഉപ്പ് നോക്കാനായിട്ട് മറക്കരുത്. ബീഫിലും അതുപോലെ കപ്പയിലും നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം. ഒന്നുകൂടെ ഒന്ന് ഗ്രേവിയൊക്കെ വറ്റി സെറ്റായിട്ട് വരട്ടെ. നമ്മുടെ കപ്പയും ബീഫൊക്കെ ഇവിടെ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 കാന്താരി മുളക്, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്നു വരട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന കപ്പയും ബീഫും ഉണ്ടല്ലോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സെർവ് ചെയ്യുന്ന നേരത്തെ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ഓനിയൻ സാലഡും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തട്ടുകട സ്റ്റൈലിലുള്ള ബീഫും കപ്പയും കുഴച്ചത് സെറ്റായി.